ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പൊ ഞാൻ കുറെ നാളായിട്ട് ഈ ഒരു ചാനലിൽ വീഡിയോ ഇടുന്നില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് വീഡിയോസ് ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കഴിഞ്ഞ വർഷം കണ്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്തത് ലാസ്റ്റ്, എന്നാലും എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അതിനുശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പം തോന്നി ഇന്നോട്ട് ഞാൻ കൃത്യമായിട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ. നിങ്ങൾക്ക് ആവശ്യമുള്ള മോട്ടിവേഷന്, അതായത് ഇപ്പോ എന്താ കുറച്ച് അവയർനെസ് വീഡിയോസ്, അങ്ങനെ കുറച്ച് ടിപ്സും കാര്യങ്ങളും ഒക്കെ, എക്സാമിന് പോകുന്ന ആൾക്കാരെങ്കിൽ അവർക്കുള്ള ടിപ്സും, അങ്ങനെ എല്ലാം നമ്മുടെ ചാനലിൽ കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ അതിന് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ കീപ്പ് ഓൺ ഗോയിങ് എന്ന് പറഞ്ഞ ചാനലിലെ മോട്ടിവേഷൻ്റെതും അവയർനെസ്സും എനിക്ക് എന്ത് ഇൻഫർമേഷൻസും ഒക്കെ എനിക്ക് ഫ്രീ ആയിട്ട് എനിക്ക് നിങ്ങളോടൊക്കെ ഇങ്ങനെ സംസാരിച്ച് വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സോ എനിക്ക് എത്രയും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ഓക്കെ. അപ്പൊ ഞാൻ ഡെയിലി ഓരോ ടോപ്പിക് എടുത്ത് വന്നിട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ പറയാനായിട്ട് പോകുന്നത്, സോ നമുക്ക് അറിയാൻ പറ്റും അമ്മമാരെന്ന് പറഞ്ഞാൽ അത് മദേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം ആണെന്നുള്ളത്. ഇപ്പൊ ഓരോരുത്തരെ അമ്മമാരെ എങ്ങനെ കെയർ ചെയ്യുന്നുള്ളത് അവരോരോ അനുഭവത്തിൽ നിന്ന് അവർക്ക് മനസ്സിലാവും. ചില അമ്മമാർക്ക് ഭയങ്കര കെയറിങ് ആയിരിക്കും. നല്ല രീതിയിൽ അവര് മക്കളെ നോക്കുന്നുണ്ടാവാം, മക്കളെ നന്നായിട്ട് കെയർ ചെയ്യും. ഇപ്പൊ ജോലിക്ക് പോകുന്നവരായാലും വീട്ടിൽ വന്നിട്ട് അവർ നല്ലപോലെ കെയർ ചെയ്യുന്നവരുണ്ട്, ചിലവർ കെയർ ചെയ്യാത്തവരുണ്ട്. പിള്ളേർക്ക് അത്ര വേണ്ട കെയറിങ് കിട്ടുന്നുണ്ടാവില്ല, അവർ മനസ്സിലാകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബാഡ് മദർ, അതായത് അമ്മമാർ എങ്ങനെയാണ് കുട്ടികളോട് ബിഹേവ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലുള്ള ടോപ്പിക്കാണ് ഇന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. സോ ആദ്യത്തെന്ന് വെച്ചാൽ ഇപ്പൊ കുട്ടികൾക്ക് വേണ്ട കെയറിങ്, അതായത് ഫസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഗുഡ് മദറിനെ പറ്റി. അമ്മമാർ എങ്ങനെയായിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നല്ല അമ്മമാർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുക കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. ഓക്കെ. ഞാൻ എന്റെ ചാനലിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആദ്യം തന്നെ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് നോക്കുമ്പോൾ തന്നെ കിട്ടുന്ന വീഡിയോ ആയിരിക്കും അത്. ഓക്കെ. അതേപോലെ തന്നെ വേണമെങ്കിൽ ഞാൻ എനിക്കത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം എൻ്റെ ഒരു ക്ലാസ്. ഓക്കെ. സോ അപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് ബാഡ് മദർ എന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്താ ഈ ബാഡ് മദർ, അതൊന്നും എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ബാഡ് മദർ എന്ന് വെച്ചാൽ നമ്മളിപ്പോ കോമൺലി പലയിടത്തും നമ്മൾ കേൾക്കുന്നതാണ്. അതായത് അമ്മമാര് കുട്ടികളെ മൃഗീയമായിട്ട് കൊല്ലുന്നതും വേറൊരാളെ റിലേഷൻഷിപ്പിലാവുമ്പം മക്കളെ അവോയ്ഡ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് ന്യൂസിലും അല്ല പല സ്ഥലത്തും നമ്മൾ കാണുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഓരോരുത്തരും അതേപോലത്തെ കണ്ടന്റ് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ നമ്മൾ അതെല്ലാം ഇങ്ങനെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് തന്നെ തോന്നാം എന്താ ഇവരിങ്ങനെയൊക്കെ, എന്തിനാ ഇവരിങ്ങനെ മക്കളോട് ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്നതെന്നൊക്കെ നമുക്കും തോന്നാം. സോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ, അതായത് നമുക്ക് ചെറുപ്പത്തിലെന്ന് വെച്ചാൽ കുട്ടികൾ എന്ന് വെച്ചാൽ അവർക്ക് വേണ്ട അത്ര കെയറിങ് കിട്ടി. ഇപ്പൊ ഓരോ അമ്മമാരും ഓരോ രീതിയിലാണ് എന്ന് വെച്ചാൽ ചിലവർക്ക് തിരക്ക് കാരണങ്ങൾ കൊണ്ടാവാം കെയർ ചെയ്യാൻ പറ്റാത്തത്. ചിലവർക്ക് എന്താ ഈ മൊബൈൽ ഫോൺ, അതായത് എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ മൊബൈൽ ഫോൺ വന്നതിന് ശേഷമാണ്. പണ്ടത്തെ കാലത്തെ കുട്ടികൾക്ക് അമ്മമാര് എന്ന് പറഞ്ഞാൽ നല്ല കെയറിങ്, വീട്ടിൽ ജോലി ചെയ്യുക, കുട്ടികളെ കാര്യം നോക്കുക, അങ്ങനെയൊക്കെ പൊക്കോണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു പണ്ടത്തെ കാലഘട്ടം. അപ്പൊ ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ പല അമ്മമാർക്കും കുട്ടികളെ നോക്കാനായിട്ട് നേരെയില്ല. സോ അവരെ ഏതെങ്കിലും ഹൗസ് കീപ്പറിനെ വെക്കുക, അല്ലെങ്കിൽ വീട്ടിലെ ജോലി ചെയ്യുന്ന ആൾക്കാരെ വെക്കുക, കുട്ടികളെ വന്നിട്ട് പ്ലേ സ്കൂളിൽ വിടുക, അങ്ങനെ പല സ്ഥലത്തും കൊണ്ടാക്കുക. അപ്പൊ വേണ്ടത്ര കെയറിങ് കിട്ടുന്നില്ല. അപ്പൊ കുട്ടി ഇപ്പൊ നമ്മൾ എവിടെ കൊണ്ടാക്കിയാലും ശരി, സ്കൂളിൽ വിട്ടാലും ശരി, എവിടെയായാലും വീട്ടിൽ വന്ന് കുട്ടികൾക്ക് അമ്മമാരോട് കിട്ടുന്ന ആ ഒരു കെയറിങ് അത് കിട്ടിയില്ലെങ്കിൽ കുട്ടികൾക്ക് പലർക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. കാരണം വെച്ചാൽ അവരുടെ വളർച്ച, അതായത് അവർ ഗ്രോ ചെയ്ത് വരുമ്പം അമ്മമാരുടെ കെയറിങ് അത്രയും തന്നെ അത്യാവശ്യമാണ്. ഇപ്പൊ അച്ഛന്മാരുടെ കെയറിങ്ങും ഈക്വൽ ആയിട്ട് വേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ അച്ഛന്മാർ ഇപ്പൊ ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് അവരെ ഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ പലരും ചോദിക്കുന്നുണ്ടാവുക അതെന്താ അമ്മമാരും ജോലിക്ക് പോകുന്നില്ലേ, അപ്പൊ അമ്മമാർക്കും പ്രശ്നമാവത്തില്ലേ എന്നൊക്കെ ഉള്ളത്. പക്ഷെ അമ്മമാരെന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിൽ ഒരു സ്നേഹം വേണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഉള്ളിൽ ഒരു സ്നേഹം വേണം. കുട്ടികളോട് ഇങ്ങനെ കുട്ടിയെ നോക്കുന്ന കെയറിങ്, അതിൽ നമ്മൾ ഈഗോ ക്ലാഷ് കാണിച്ചിട്ട് കാര്യമില്ല. പലയിടത്തും നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കണം, എന്താ ഞാൻ നോക്കിയാല് നിങ്ങൾക്ക് നോക്കിയാൽ എന്താ പ്രശ്നം, എനിക്കും ജോലിയുണ്ട്, ഞാനും ജോലിക്ക് പോയിട്ട് വരാം, വീട്ടിലെ ജോലി നോക്കണം, എല്ലാം നോക്കണം എന്നൊക്കെ പറഞ്ഞ് ആർഗ്യൂ ചെയ്യുന്ന പല സ്ത്രീകളെയും നമ്മുടെ സമൂഹത്തുണ്ട്. പക്ഷെ നമ്മൾ പുരുഷന്മാരെ നോക്കണമെന്നല്ല, അവർക്കും അവരുടേതായിട്ടുള്ള ജോലി, കാര്യങ്ങൾ, സ്ട്രെസ് അതിനൊക്കെ ഉണ്ടാവും. നമ്മൾ സ്ത്രീകൾ പൊതുവെ ഒരു കരുത്തരാണ്. അപ്പൊ നമുക്കത് നമ്മുടെ കെയറിങ്, ഇപ്പൊ കുട്ടികൾക്ക് ഈക്വൽ ആയിട്ട് വേണ്ട കെയറിങ് ആണ്. അച്ഛന്റെയും വേണം, അമ്മയുടെയും വേണം. ഇപ്പൊ അച്ഛന്റെ മാത്രം കെയറിങ് കിട്ടിയിട്ട് കുട്ടികൾക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ അപ്പൊ അതുപോലെ തന്നെ അമ്മമാരുടെ കെയറിങ്ങും അതേപോലെ തന്നെ ഈക്വൽ ആയിട്ട് കുട്ടികൾക്ക് വേണ്ടതാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എത്ര തിരക്കാണെങ്കിലും എവിടെ പോവാണെങ്കിലും ഇപ്പൊ ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ എല്ലാവർക്കും ആക്റ്റീവ് ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടത്ര കെയറിങ് കൊടുക്കുക നമ്മൾ കൊടുക്കുന്നില്ല. പലരും ബിസിയാണ്, ഓരോരുത്തർ റീൽസ് എടുക്കാനായിട്ട് മാത്രമാണ് കുട്ടികളെ അടുത്തേക്ക് പോയിട്ട് ഇങ്ങനെ
ചെയ്യുക. കുട്ടികൾക്ക് വേണ്ട കെയറിങ് കിട്ടുന്നില്ല. സോ അവര് ഭയങ്കര കുരുത്തക്കേടായിട്ട് വരുവാണ്. ഭാവിയില് അത്ര നല്ല ഒരാളെ റെസ്പെക്ട് ചെയ്യാൻ അവർക്കറിയത്തില്ല. അങ്ങനെ അവരെ സ്റ്റഡീസിനെ അത് ബാധിക്കാണ്. കൂടുതലും എഫേർട്ട് ഇട്ട് പഠിക്കുന്നില്ല. എത്രയൊക്കെ ഇപ്പൊ അച്ഛന്മാര് കൂടുതൽ എത്ര ശ്രദ്ധയോടെ പഠിപ്പിച്ചാലും ശരി, കുട്ടികൾക്ക് അമ്മമാര് കൊടുക്കുന്ന ആ ഒരു ട്രെയിനിങ് അതാണ് കുട്ടികളുടെ ലൈഫിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. ഇപ്പൊ അച്ഛന്മാർക്ക് പലതും സാധിക്കാനാവത്തില്ല. അമ്മമാരെന്ന് വെച്ചാല് പണ്ട് തൊട്ട് സ്ത്രീകൾക്ക് ഒരു ക്ഷമാശീലം ഉള്ളവരാണ്. നമ്മൾ എന്ത് പറഞ്ഞ മക്കളോട് ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് അമ്മമാരെ കൊണ്ടേ പറ്റത്തുള്ളൂ. ബേസിക്കലി ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ. കാരണം അച്ഛന്മാർക്ക് വരുന്ന പറഞ്ഞ ഇപ്പൊ ഒന്നാമത്തെ രണ്ടാമത്തെ കുറെ കഴിയുമ്പോൾ അവർക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നിട്ട് അവര് പഠിപ്പിക്കാനായിട്ട് അവർ ഇട്ടിട്ട് അങ്ങ് പോകും. പല സാഹചര്യത്തിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ എന്റെ അച്ഛനും അതുപോലെയാണ്. കാരണം അച്ഛൻ അങ്ങനെ മെനക്കെടാനായിട്ട് സാധിക്കില്ല. എന്റെ അമ്മയാണ് ഞങ്ങളെ കഷ്ടപ്പെട്ടും ഇത്രയും വരെ വളർത്തിയും പഠിപ്പിച്ചും ഈ ഒരു നിലയിലെത്തിയത്. അച്ഛൻ പിന്നെ ജോലി ചെയ്യുക, പൈസ ഫിനാൻഷ്യൽ കാര്യത്തിലൊക്കെ ഫുൾ അച്ഛനായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് വീട്ടിലെ കാര്യം നോക്കുക, ഞങ്ങളുടെ കാര്യം നോക്കുക, അതൊക്കെയാണ് അമ്മ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇന്ന് ഈ നിലയിൽ എത്താൻ സാധിച്ചതും എനിക്ക് ഇതുപോലെ നിങ്ങളുടെയൊക്കെ മുന്നിൽ ഇതുപോലെ സംസാരിക്കാൻ പറ്റുന്നതും ഒക്കെ കാരണം പിന്നെ എടുത്തു പറയാനുള്ള റീസൺ വെച്ചാൽ എന്റെ മലയാളം ഇമ്പ്രൂവ് ആവാനുള്ള കാരണം എന്റെ അച്ഛനാണ്. അപ്പൊ നമുക്ക് വീട്ടില് പുറത്ത് എവിടെയെങ്കിലും ഒക്കെ പോയി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്കും കൂടി ഇത് യൂസ്ഫുൾ ആണ്. കാരണം വെച്ചാല് നമ്മളുടെ മാതൃഭാഷ എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പൊ അത് വീട്ടിൽ എന്റെ അച്ഛന്റെ നിർബന്ധം കൊണ്ട് ഞാൻ ലാംഗ്വേജസ് പഠിച്ചത് മലയാളം. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് മൊത്തം അച്ഛനാണ്. അപ്പൊ അങ്ങനെ ഓരോ കാര്യത്തിലും പേരൻസ് ഈക്വൽ ആയിട്ട് ഷെയർ ഇട്ട് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. അല്ലാതെ ഒരാളുടെ തലയിൽ തന്നെ എല്ലാ കാര്യങ്ങളും അത് ഡിപ്പെൻഡ് ആയിരിക്കരുത്. ചില സമയത്ത് അമ്മമാർക്ക് ഇപ്പൊ വീട്ടിലെ ഓഫീസിലെ ജോലി കഴിഞ്ഞ് വീട്ടിലെ ജോലി കഴിഞ്ഞ് സ്ട്രെസ്, ആൻസൈറ്റി അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ വരും. ആ സമയത്ത് നമ്മൾ പുരുഷന്മാരാണ് അവരെ ഹെൽപ്പ് ചെയ്യേണ്ടത്. ആ ഒരു കാര്യത്തിൽ കെയർ ചെയ്യേണ്ടതും നല്ലപോലെ ഹെൽപ്പ് ചെയ്യേണ്ടതും അവർക്ക് വേണ്ട സാഹചര്യങ്ങൾക്ക് ഒരുക്കി കൊടുക്കുക, അവരെ നല്ലപോലെ കെയർ ചെയ്യുക, അതൊക്കെ അച്ഛന്മാരെ കൊണ്ടാണ് സാധിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ മെയിൻ ആയിട്ടും പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ ചില അമ്മമാര് റീൽസ് എടുത്ത് അതിന് വേണ്ടി മാത്രമായിട്ട് ഇരിക്കുക, കുട്ടികളുടെ അടുത്തേക്ക് പോകത്തില്ല, അവരെ കെയർ ചെയ്യത്തില്ല, അവരെന്തെങ്കിലും സംശയം ചോദിക്കാൻ എന്നോട് പറഞ്ഞു കൊടുക്കത്തില്ല. പിന്നെ അവരെന്തെങ്കിലും കാര്യത്തിന് ഡിസ്റ്റർബ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരു ഫോൺ എടുത്ത് കൊടുക്കുക, നീ ഇത് കണ്ടോന്ന് വേണ്ടിട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടി. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരു റീസൺ അല്ല. ഈ കുട്ടികൾക്ക് നമ്മൾ ഇതുപോലെയൊക്കെ പറഞ്ഞു കൊടുക്കുക, ഇതുപോലത്തെ കാര്യങ്ങൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തെറ്റല്ലേ? കാരണം വെച്ചാൽ ഇപ്പം പലർക്കും ഇപ്പൊ നാളെ നമ്മളെല്ലാം അമ്മമാരാവും, ചിലവരായേക്കാം, ചിലവരായിട്ടുണ്ടാവാം, പിന്നെ പല രീതിയിലായിരിക്കും. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എത്രത്തോളം കെയറിങ് കൊടുക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും നമ്മൾ 18+20+ ഇയേഴ്സ് വരെ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യേണ്ടത്. അപ്പൊ ടീനേജ് ഒക്കെ ആകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ചിലപ്പോൾ പ്രണയം, അഫയർ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവാതിരിക്കുക. നമ്മള് വീട്ടിൽ എങ്ങനെയാണോ പെരുമാറുന്നത്, നമ്മള് പേരൻസ് തമ്മിൽ എങ്ങനെയാണോ റിയാക്ഷൻ എങ്ങനെയാണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വീട്ടിൽ വഴക്കായിരിക്കും. ചിലപ്പോൾ ചില വീട്ടിൽ കണ്ടിട്ടുണ്ട് നമ്മൾ എന്നും വഴക്കായിരിക്കും, അച്ഛനും അമ്മയും കൂടെ എന്നും വഴക്കാം. അപ്പൊ കുട്ടിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. തുറന്നതിനും പിടിക്കുന്നൊക്കെ ഈഗോ ക്ലാഷ് ആയിരിക്കും, അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിരിക്കും, അല്ലെങ്കിൽ പല പല പ്രശ്നങ്ങളായിരിക്കും. ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ആളെ കമ്പയർ ചെയ്തിട്ടായിരിക്കും ഇവിടെ വരയ്ക്കുന്നത്. അങ്ങനെ പല രീതിയിലും പലതും നടക്കുന്നു. അപ്പൊ അതൊക്കെ എഫക്ട് ചെയ്യുന്നത് കുട്ടീനെയാണ്. ഇപ്പൊ നല്ലൊരു അമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ വഴക്കിടാണ്ട് ഇപ്പൊ നമുക്ക് വഴക്കിടാം. ഇപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് വഴക്കിടാൻ ഇരണ്ടാണ് ഞാൻ ഒരിക്കലും പറയില്ല, സ്വാഭാവികമാണ്. നമുക്കിപ്പം നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, നമുക്ക് എന്തായാലും ദേഷ്യം വന്നതിന് നമുക്ക് പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കാറുണ്ട്. പക്ഷെ കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. കുട്ടി ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടോ സ്കൂളിലോ അങ്ങനെയൊക്കെ പോകുമ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും നമുക്കത് പറഞ്ഞു തീർക്കണം. അങ്ങനെയാണ് കുട്ടികളെ മുന്നിൽ വെച്ച് പറയുമ്പോഴത്തേക്കും അവർക്കത് ഭയങ്കരമായിട്ട് ഒരു എഫക്റ്റ് ഫീൽ ചെയ്യുക. അവരുടെ മനസ്സിലത് കിടക്കും, എന്നും എന്റെ അച്ഛനമ്മയും വഴക്കാണ് എന്നൊക്കെ നമ്മൾ ഈ ടിവിയിലും ന്യൂസിലും സീരീസിലൊക്കെ കാണാറുണ്ട്. കുട്ടികൾ പോയിട്ട് ഇങ്ങനെ വേറൊരു കുട്ടിയെന്നോട് പറയാ, എന്റെ അമ്മയും അച്ഛനും എന്നും വഴക്കാണ്, വീട്ടിലോ സമാധാനം ഇല്ലാത്ത ലൈഫാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഇപ്പോഴേ കുട്ടികൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിനുള്ള കാരണം വീട്ടിലുള്ള പേരൻസ് ആണ്. അപ്പൊ അമ്മമാര് തന്നെ മാക്സിമം ശ്രദ്ധിക്കുക. ഇപ്പൊ എനിക്ക് അമ്മമാർക്ക് തരാനുള്ള ഉപദേശം, നിങ്ങൾ എത്ര വലിയ തിരക്കോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ പ്രസവിച്ച കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. അപ്പൊ നിങ്ങൾ അതേ രീതിയിൽ ചെയ്യുക. നിങ്ങൾക്ക് ശരി, നിങ്ങൾക്കിപ്പോ ഹസ്ബൻഡുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും കുട്ടിയുടെ ലൈഫിൽ അത് ബാധിക്കരുത്. കുട്ടികൾക്ക് എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും ഈക്വൽ ആയിട്ട് അവര് കാണുന്നത്. അപ്പൊ നമ്മളായിട്ട് അത് ഇല്ലാണ്ടാക്കരുത്. അപ്പൊ നമുക്ക് അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് അവരെ കെയർ ചെയ്യാനായിട്ട് സാധിക്കണം. നിങ്ങൾക്ക് അവരോട് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ബന്ധം വേർപെട്ട് പൊക്കോളൂ, അത് പ്രശ്നമല്ല. പക്ഷെ വേറെ ഒരു അഫയറിലോട്ട് പോവുക, അതിന്റെ കുട്ടീനെ നന്നായിട്ട് നോക്കാതിരിക്കുക. അപ്പൊ വരുന്ന ആള് നമ്മൾ ശ്രദ്ധിക്കേണ്ട, എപ്പോഴും ഏത് അഫയറിലോട്ട് പോയാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് കുട്ടീനെ നന്നായിട്ട് നോക്കുമോ, ആ വരുന്ന ആള് നമ്മളെ കുട്ടീനെ നന്നായിട്ട് നോക്കുമോ, എനിക്ക് നന്നായിട്ട് കെയർ ചെയ്യാൻ പോലെ കുട്ടിക്ക് നല്ല കെയർ കിട്ടുമോ എന്നൊക്കെ നമ്മൾ
എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതാണ്. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ അത് ശ്രദ്ധിക്കുക എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഏത് അഫയറിനോട്ട് ഇപ്പൊ ഞാൻ പറയത്തില്ല ഒരിക്കലും നിങ്ങൾ ഏത് റിലേഷൻഷിപ്പിലോട്ട് പോകരുത് എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് പോകാം, പോവാതെ ഇരിക്കാം. പക്ഷെ നിങ്ങൾ കുട്ടീന്റെ കാര്യമാണ് എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. നിങ്ങൾ പോയാലും പോയില്ലേലും. കാരണം വെച്ചാൽ ആ കുട്ടിക്ക് ഒരു ഭാവിയുണ്ട്. നമ്മളായിട്ട് ആ ഭാവി നശിപ്പിക്കരുത്. അവര് വേറെ ചീത്ത കൂട്ടുകെട്ടിൽ പോവാതിരിക്കാനും പോകുന്നതും ഒക്കെ നമ്മളാണ് പാതി മുക്കാലും റീസൺ. കുട്ടികൾ അങ്ങനെ പോകുന്നത്. കാരണം അവരെ നേർവഴിക്ക് കൊണ്ടുവരേണ്ട സമയത്ത് നമ്മളത് ചെയ്യുന്നില്ല. പിന്നീട് അവരെ അടിച്ച് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ കുട്ടി അത് കേൾക്കത്തില്ല. അപ്പൊ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ചെയ്യുക. ആ സമയത്ത് നമ്മൾ വഴക്കടിച്ചും ഇതാക്കിയും വേറൊരാളുടെ പുറകെ പോയും അങ്ങനെയൊക്കെ ചെയ്ത് കുട്ടിയുടെ ലൈഫ് സ്പോയിൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത്. ഞാൻ പറയാനുള്ളത് എന്താ വെച്ചാല് നിങ്ങൾ കുട്ടികളെ നല്ല രീതിയിൽ നോക്കുക. നല്ല രീതിയിൽ കെയർ ചെയ്യുക. കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ ഓരോ കടയിൽ സൂപ്പർ മാർക്കറ്റിൽ പോവുക, കുട്ടികൾക്ക് വേണ്ട സാധനം മേടിച്ചു കൊടുക്കുക, പിന്നെ അവരെ മൈൻഡ് ചെയ്യില്ല, പിന്നെ അടുത്ത മാസം ഇതുപോലെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഡെയിലി ഇപ്പൊ നിങ്ങൾക്ക് എത്ര തിരക്കാണെങ്കിലും എത്ര ജോലി തിരക്കാണെങ്കിലും ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 5 മിനിറ്റ്സ് നിങ്ങൾ കുട്ടീൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്യാൻ നിൽക്കുക. അപ്പൊ അവർക്ക് ആ ഒരു ബോണ്ടിങ് കിട്ടും. അമ്മയുടെ അച്ഛൻ്റെയും ബോണ്ടിങ് കിട്ടും. ചില സ്ഥലത്താണെങ്കിൽ അച്ഛന്മാർ അങ്ങനെ ചെയ്യുന്നുണ്ടാവും, അമ്മമാർ ചെയ്യത്തില്ല. അപ്പൊ നമുക്ക് ആ ബോണ്ടിങ് നഷ്ടപ്പെടുന്നതാണ്. അപ്പൊ നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ആ ബോണ്ടിങ് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് നോക്കുക. ഭാവിയിലും അത് ഉപകാരപ്പെടും. കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ പേരൻസിനോട് പറയാനായിട്ട് കുട്ടികൾക്ക് മസ്റ്റായിട്ടും തോന്നണം. അപ്പൊ നമ്മൾ അതേ രീതിയിലാണ് അവരോട് ബിഹേവ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ ദേഷ്യപ്പെടുക, തല്ലാൻ നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്ക് അത് പറയാനായിട്ട് തോന്നത്തില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്നെ വഴക്ക് പറയെങ്കിൽ അടിക്കും എന്നുള്ള ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികളെ അത് പറയാനും കുട്ടികൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാനും സാധ്യതയുണ്ടാവുക. പിന്നെ വളർന്ന് വലുതാകുമ്പോഴാണ് ഓരോരോ പ്രശ്നങ്ങൾക്ക് ഇരയായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യാണ്ട് നിങ്ങളെല്ലാം എത്ര തിരക്കും ആയിക്കോട്ടെ, നിങ്ങളിപ്പം എന്ത് തിരക്കോ എന്ത് ജോലി തിരക്കോ എന്ത് യൂട്യൂബ് ചാനൽ ഉണ്ടോ എന്തോ ആണെങ്കിലും ബിസി ആയിക്കോട്ടെ, കുറച്ചു നേരം കുട്ടികളോട് ടൈം സ്പെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഒത്ത് റീൽസ് എടുക്കുന്നവരായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, കുട്ടീനെ ദിവസം ഇപ്പം കൂടെ നിൽക്കണം എന്നില്ല. ചില അമ്മമാരാണെങ്കിൽ ഇവിടെ നിൽക്കാതെ വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവരും ഉണ്ട്. അപ്പൊ അങ്ങനെ ജോലി ചെയ്യുമ്പോൾ ദിവസം വിളിച്ചിട്ട് കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരുടെ വിശേഷങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക. അവരോട് ചോദിക്കും ഇന്നെന്താ മോനെ സ്കൂളിലെ വിശേഷങ്ങൾ, അല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് കോമൺലി അറിയായിരിക്കും. കാരണം വെച്ചാൽ വീട്ടിൽ നമ്മുടെ പേരൻസ് ഒക്കെ പറയുമ്പോൾ ഇന്ന് ഇവർ അതുണ്ടായി ഇതുണ്ടായി എന്നൊക്കെ അവർ പറയുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും. പക്ഷെ നമ്മൾ കുട്ടികളോട് തന്നെ ചോദിച്ചു നോക്കുക. അപ്പൊ അവരത് പറയുമ്പോൾ അവർക്കൊരു ത്രില്ലായിരിക്കും. കുട്ടികൾ പലതും ആഗ്രഹിക്കുന്നുണ്ട് അമ്മമാരോട് ഇതൊക്കെ പറയണം ഷെയർ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പം അവർക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരിക്കും. അപ്പൊ നിങ്ങൾ അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ അവരതുപോലെ നമ്മളോട് പറയാനായിട്ട് ശ്രമിക്കും. ഇന്നതുപോലെയാണ് കാര്യം, എനിക്കിങ്ങനെയാണ്, എൻ്റെ അമ്മ എന്താ സ്കൂളിൽ ഇങ്ങനെ സംഭവിച്ചു, എനിക്കിന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അങ്ങനെ കുട്ടികൾ ഷെയർ ചെയ്യുമ്പോൾ അവരുടെ മനസ്സൊന്ന് ശാന്തമാവാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ അതുപോലെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുക. പിന്നെ എനിക്കൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇപ്പൊ നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ പോകുന്നതിന് തെറ്റ് ഞാൻ പറയത്തില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ മുഖം നിങ്ങൾ ഒരിക്കലും മറന്നിട്ട് പോകരുത്. അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്, നിങ്ങളോട് തന്നെ ചെയ്യുന്ന വലിയ ദ്രോഹമാണ്. പിന്നെ നിങ്ങൾ പ്രസവിച്ച ഒരു കുട്ടി, ആ കുട്ടീനെ നിങ്ങൾ മൈൻഡ് ചെയ്യാൻ ആ കുട്ടീന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പൊ നിങ്ങൾ ചെറുപ്പത്തിലെ നിങ്ങളുടെ അമ്മയും അച്ഛനും ഇതുപോലെ ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ നിലയിൽ ഇതുപോലെ എത്തത്തില്ല. അപ്പൊ നിങ്ങൾ അത് ആലോചിച്ചിട്ട് വേണം പല കാര്യങ്ങളും ഡിസൈഡ് ചെയ്യാൻ. നിങ്ങൾ ആരുടെ കൂടെ പോകണം പോവാതെ ഇരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അത് പ്രത്യേകം എടുത്ത് പറയാണ്. കാരണം വെച്ചാല് നിങ്ങൾ നാളെ ഒരു സമയത്ത് ഇപ്പൊ ഇതിന്റെ കമന്റ് ബോക്സിന് അടിയിൽ വന്ന് കമന്റ് ഇടും, നീ ആരാ അതൊക്കെ പറയാനായിട്ട്, കാരണം എന്റെ ഇഷ്ടമാണ് ഞാൻ ആരുടെ കൂടെ വേണേലും പോകും എന്ന് പറയാൻ. പക്ഷെ ഞാൻ അതിൽ ആരും അല്ല പറയാം. പക്ഷെ നമ്മൾ കുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുക. നമ്മൾ പ്രസവിച്ച കുട്ടികളാണെങ്കിൽ നമ്മൾ അവരെ നന്നായിട്ട് കെയർ ചെയ്യുക. അവരെ മുഖം മറന്നിട്ട് നമ്മൾ ആരും കൂടെ പോകരുത്. ഇപ്പൊ വരുന്ന ആൾക്കാർ എങ്ങനത്തെവരാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമാണ്. ഇപ്പൊ അവർ വന്ന് നമ്മളെ ചീറ്റ് ചെയ്യുവോ അല്ലെങ്കിൽ നമ്മളെ കൂടെ നിൽക്കുവോ അല്ലെങ്കിൽ നമ്മളെ എന്ത് കണ്ടാ അവർ നമ്മളെ സ്നേഹിക്കുന്നത് എന്നൊന്നും നമുക്ക് അറിയത്തില്ല. നമ്മുടെ ശരീരം കണ്ടിട്ടാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്യുക. അവർക്ക് ഇപ്പൊ നമ്മൾ സ്നേഹിക്കുന്ന ആൾ അവരെ കൂടി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ആദ്യം തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇതിലേക്ക് എടുത്ത് ചാടുന്നത്. കാരണം അവരെ ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കാനേ പാടില്ല. ഓക്കെ. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു ടോപ്പിക്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ പറ്റിയും ഈ ടോപ്പിക്കിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയാനായിട്ട് താല്പര്യമുള്ളവർ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയാണോ, ഇങ്ങനെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇതിനെ പറ്റി ഒന്ന് സംസാരിക്കണം എന്നുള്ളത്. അപ്പൊ അത് ഇന്നാണ് എനിക്ക് ഒരു അവസരം കിട്ടിയത്. ഇനി ഞാൻ ഇതുപോലെ തുടർച്ചയായിട്ടും ഈ ചാനലിൽ വീഡിയോസ് ഇടുന്നതായിരിക്കും. ഓക്കെ. സോ അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു ക്ലാസ് ആയിട്ട് ഞാൻ ആർക്കെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് പറയണം, ഡീറ്റെയിൽ ആയിട്ട് പറയണം, എനിക്ക് എൻ്റെ ഇമെയിൽ ID ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് പറയാൻ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിലേതെങ്കിലും നിങ്ങൾക്ക്
ഇതുപോലെ അഭിപ്രായമൊക്കെ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾ താഴെ കമന്റ് ബോക്സിന്റെ താഴെ ഇടുക. ഒത്തിരി പേർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ പല അമ്മമാരും ഇങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അപ്പൊ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് താഴെ കൂടി കമന്റ് ചെയ്താൽ അവർക്ക് വായിക്കുന്നവർക്കും അതും കൂടെ കമന്റ് കൂടെ വായിക്കാമല്ലോ. സോ അപ്പൊ അത് നിങ്ങൾ കമന്റ് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ. സോ അപ്പൊ അത്രയേ ഉള്ളൂ. സോ നമുക്ക് അടുത്ത ഒരു ടോപ്പിക് ആയിട്ട് വരുന്നത് നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ. സീ യു.